മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം 20 വയസ്സിലാണ് ചിമ്പു മന്മഥനായിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക 74 വയസ്സിലാണ് മന്മഥനായത്. മമ്മൂക്കയുടെ കൂന്ത വിളയാട്ടം അത്രയ്ക്കും നല്ല ഗംഭീരമായ പടം. സ്പോയിലർ ആവാൻ പാടില്ല, അത്രയ്ക്കും ഗംഭീര സിനിമയാണ്. സൂപ്പർ. വിനായകനെ കൊള്ളാം, പക്ഷെ മമ്മൂട്ടി കൊടുക്കണ കാശിന് മുതലാവും. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്ക, ഒപ്പം വിനായകനും 21 നായികമാരും. പറഞ്ഞു വരുന്ന ചിത്രം ഏതാണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കളങ്കാവലിനെ പറ്റിയാണ് പറയുന്നത്. കളങ്കാവൽ എങ്ങനെയുണ്ടെന്ന് പ്രേക്ഷകരോട് നമുക്ക് ചോദിച്ചറിയാം. അടിപൊളി സൂപ്പർ പടം. മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി. മമ്മൂക്കയുടെ കൂന്ത് വിളയാട്ടം ഒരു രക്ഷയില്ല. എൻ്റെ അമ്മ മമ്മൂക്ക വിനായകനെ നെഞ്ചോട് ചേർത്ത് വെച്ചാണെങ്കിൽ പിന്നെ വിനായകൻ എങ്ങനെയായിരിക്കും സ്ക്രീന് കത്തിച്ചളഞ്ഞു. വിനായകൻ ഒരു രക്ഷയില്ല, രണ്ടുപേരും ട്വിസ്റ്റോടെ ട്വിസ്റ്റ്. എൻ്റെ അമ്മോ, എനിക്കൊരു മമ്മൂക്ക ആയാൽ മതിയാ ഈ പടം കണ്ടിട്ട്. പിന്നെ ഒരു കാര്യം, 20 വയസ്സിലാണ് ചിമ്പു മന്മഥനായിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക 74 വയസ്സിലാണ് മന്മഥനായത്. മമ്മൂക്കയുടെ കൂന്ത വിളയാട്ടം ആ ഗ്ലാമർ തന്നെയാണ് ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ പടം കിടിലം കേട്ടാ. അത്രയ്ക്കും നല്ല ഗംഭീരമായ പടം. ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഞങ്ങളിങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് പടം എന്ന് വരുന്നു. അതിന് നമുക്ക് കുറേ ദിവസം അഭിനയിക്കാൻ പറ്റിയില്ല. 6-7 മാസം റെസ്റ്റായിരുന്നു, എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് ഉടനെ വരുമെന്ന് വിചാരിച്ച് പടം ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുമ്പോഴാണ് ഒരാഴ്ച പടം കുറച്ചുകൂടി നീട്ടിയത്. ഇത് കുറച്ചൊരു വർഷവുമായി എങ്ങനെ ഇരിക്കും. പക്ഷേ ഈ പടത്തിനകത്ത് എന്തോ ഉണ്ട്, ഈ പടത്തിനകത്ത് എന്തോ ഉണ്ട്. എല്ലാവർക്കും അറിയാം, പറയാനേ പറ്റില്ല, സ്പോയിലർ ആക്കാൻ പാടില്ല, ഒരു രക്ഷയില്ല. കാരണം ഇതിന്റെ വലുതായിട്ടൊന്നും പറയാൻ പാടില്ല, കാരണം സ്പോയിലർ ആവാൻ പാടില്ല, അത്രയ്ക്കും ഗംഭീര സിനിമയാണ്. ഇതേ കണക്കൊരു നടനെ കൊണ്ട് ആരെങ്കിലും അഭിനയിക്കാൻ പറ്റുമോ ഇന്നത്തോടെ നമ്മൾ നിർത്തും. അതാണ് മമ്മൂക്കയുടെ അഭിനയം. മമ്മൂട്ടി വിനായകനെ കട്ടക്കേട്ടൊക്കെ അഭിനയിക്കണം. സൂപ്പർ. ബഹളം വെക്കാനുള്ള സിനിമ. ക്ലൈമാക്സ് നമുക്ക് ഒരു ഇന്റർവ്യൂവിൽ സിനിമയിലെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇത് നന്മയും തിന്മയും അളക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തൂക്കപ്പെടുന്നതാണ്. ഇതും ഈ സിനിമയും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയണ്ട. ഇതൊരു വലിയ സംഭവമാണ്. മമ്മൂക്ക പ്രതിനായകൻ തന്നെയാണ്, വിനായകൻ തന്നെയാണ് നായകൻ. പക്ഷേ മമ്മൂക്ക തൂത്തുവാരിയിട്ടുണ്ട്. സിനിമ കണ്ടു തന്നെ ആവണം. ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന സിനിമയാണ്, ഇന്നിൻ്റെ സിനിമയാണ്, പുതുതലമുറകൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. ഈ സിനിമ മമ്മൂട്ടിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, മമ്മൂട്ടിയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. മമ്മൂട്ടിക്ക് കഴിയൂ, മമ്മൂട്ടിക്ക് ശ്രമം മമ്മൂട്ടി മാത്രം. മമ്മൂട്ടി അടിച്ച് പൊളിച്ചിട്ടുണ്ടാണ്. മമ്മൂട്ടി തന്നെ ധരിച്ച്. വിനായകനെ കൊള്ളാം, പക്ഷെ മമ്മൂട്ടി അടിപൊളിയായിരിക്കും. സൂപ്പറായിരിക്കും. വർത്തുന്ന കൊടുക്കണ കാശിന് മുതലാവും. കാത്തിരുന്നതിന് ഒരു നഷ്ടവുമില്ല. സൂപ്പറായിരിക്കും. ടോപ്പ് പടം, ഒരു രക്ഷയില്ല. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം, ഇതാണ് വില്ലനിസം, ഒരു രക്ഷയില്ല. സെക്കൻഡ് വിനായകനൊക്കെ പൊളി. നമ്മൾ ഏകദേശം 240ഓളം ദിവസം കാത്തിരുന്നിട്ടാണ് മമ്മൂക്കയുടെ ഒരു ചിത്രം തിയേറ്ററിലേക്ക് വരുന്നത്. എല്ലാം തന്നിട്ടുണ്ട്, പക്കയായിട്ട് തന്നിട്ടുണ്ട്. ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക്. ഒരു മാസത്തിന് ശേഷം വരുന്ന മമ്മൂക്കയുടെ ഒരു സിനിമയാണ്. കാരണം ഈ സിനിമയെക്കുറിച്ച് ഒരുപാടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, സ്പോയിലറായിപ്പോൾ. പക്ഷേ പടം ഒരു രക്ഷയില്ല. ഇതിനെയൊക്കെ സമ്മതിക്കണം. അമ്മാതിരി ചെയ്താണ് ഡയറക്ഷൻ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ മമ്മൂക്ക ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ ഇങ്ങനെയുള്ള കഥാപാത്രം ചെയ്യാൻ വേറൊരു നടനില്ല. ഇപ്പോഴും പറയുന്നു, വെല്ലുവിളിക്കുന്നു. അദ്ദേഹം ഈ ഒരു റിസ്ക് എടുത്ത് സമ്മതിച്ചാലേ പറ്റും, ആരും ചെയ്യില്ല. അത്രയ്ക്കും ഒരു വല്ലാത്ത ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പിന്നെ വിനായകൻ, എല്ലാവരും. പടം ഷുവർ ഹിറ്റാണ്, ഉറപ്പാണ്. ഈ സിനിമ മലയാളത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. മമ്മൂക്കയെ പോലത്തെ ഒരു മനുഷ്യൻ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യുമോ എന്നുള്ളത് അത്ഭുതത്തോടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നമ്മുടെ വടക്കൻ വീരഗാഥയിൽ ചന്തുവിനെ പോലെ മായാതെ നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയായിരിക്കും കളങ്കാവൻ. ജിതിൻ കെ ജോസിന് ബിഗ് സല്യൂട്ട്. പടം കൊള്ളാം. ഒരു വെറൈറ്റി കഥയാണ്. നമ്മുടെ ഈ കുടുംബ ജീവിതത്തിലേക്ക് നടക്കുന്ന പോലത്തെ ഒരു വെറൈറ്റി ഒരു കഥയാണ്. സിനിമ കൊള്ളായിരുന്നു, നല്ലൊരു വെറൈറ്റി ആയിരുന്നു. നല്ലൊരു മെസ്സേജാണ്. കാരണം അറിയാമോ, മലയാള സിനിമയിൽ എസ്പെഷ്യലി ഇത് സ്ത്രീകൾക്കുള്ള ഒരു മെസ്സേജാണ്. ഇതുപോലുള്ള സൈക്കോ സ്റ്റാൻലിമാരും സൈക്കോ മോഹന്മാരും നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. നമ്മളെ അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയുക, അങ്ങനെ ഒരു മെസ്സേജാണ്. അദ്ദേഹം ഈ ഒരു നെഗറ്റീവ് റോള് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അഗ്രസീവ് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു 21 പെൺകുട്ടികളുടെ കഥയാണ് ഇതിനകത്ത് പറയുന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ ചൂഷണം ചെയ്യാൻ ഇതുപോലുള്ള സൈക്കോ സൈന്മന്മാർ നമ്മളെ കുടുംബത്തോടൊപ്പവും ചിലപ്പോൾ നമ്മളെ സുഹൃത്തുക്കളായിട്ടോ നമ്മളെ അയൽപക്കക്കാരായിട്ടോ ഒക്കെ നമ്മളോടൊപ്പം ഉണ്ട്. അത് തിരിച്ചറിയുക, അത് എങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ അദ്ദേഹം നല്ല രീതിയിൽ ആ കാര്യം ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് റോളായിട്ട് പോലും ആ നെഗറ്റീവ് റോൾ ഹാൻഡിൽ ചെയ്യാൻ ചാൻസിന് ഒരു സല്യൂട്ട് കൊടുത്തേ മതിയാവും. മുഖംമൂടി അറിഞ്ഞ ഇരട്ടമുഖം നനച്ചിട്ടുള്ള നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഒരിക്കലും അവരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു മെസ്സേജ് കൂടി ഈ മലയാള സിനിമയിൽ നൽകുന്നുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രാഷ്ട്രീയത്തിലും അത്തരത്തിലുള്ള ഒരു വലിയൊരു രീതിയിൽ നടക്കുന്നുണ്ട്. എവിടെ അനീതി കണ്ടാലും അക്രമം കണ്ടാലും നമ്മളെ പെട്ടെന്ന് വീണുപോകുന്ന അമ്മ പെങ്ങന്മാർ
അവർക്കൊരു നല്ല മെസ്സേജാണ് ഒരു നെഗറ്റീവ് റോളിലൂടെ എന്ന് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പടത്തെ പറ്റി ഒന്നും പറയാനില്ല. അതായത് പ്രതീക്ഷേന് മുകളിലാണ്. അതായത് വില്ലനാര് നായകനാര് എന്നുള്ള ഒരു കൺഫ്യൂഷൻ പടം തുടങ്ങുന്ന മുതൽ അവസാനം വരെ ഇങ്ങനെ പിടിച്ചിരുത്തിയാണ്. തള്ളെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല.